അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ പൊറുതിമുട്ടുകയാണ് മേപ്പാടി പൂളക്കുന്ന് കോളനി നിവാസികൾ. കോളനിയിലേക്ക് എത്താൻ നല്ലൊരു വഴി പോലും ഇവർക്കില്ല. കാട്ടുമൃഗങ്ങളെ അടക്കം പേടിച്ചാണ് ഓരോ ദിവസവും ഇവർ തള്ളി നീക്കുന്നത്. ഈ റോഡിലൂടെ വേണം പൂളക്കുന്ന് കോളനിയിലെത്താൻ. ജീപ്പല്ലാതെ മറ്റൊരു വണ്ടിയും ഇതിലൂടെ കടന്നു പോകില്ല. ജീപ്പ് വരണമെങ്കിൽ തന്നെ അധിക വാടകയും നൽകണം. അങ്ങിങ്ങ് ചിലയിടങ്ങളിൽ മാത്രം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയിടങ്ങളിൽ കൂർത്ത കല്ലുകളും പാറക്കഷ്ണങ്ങളും. ഒരു സുഖമില്ലാത്ത ആള് പെട്ടെന്ന് എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നൊക്കെ പോകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. കുറേ ആയി പറഞ്ഞ് ആരും ചെയ്യുന്നില്ല. വോട്ടാകുമ്പോൾ എല്ലാവരും കയറി വരും. ഓരോരുത്തർ വന്ന് ഓരോ വാക്ക് പറഞ്ഞിട്ട് പോകും. വോട്ട് ചെയ്ത് കഴിഞ്ഞ ഒരു 2 ദിവസം പോയിട്ട് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോയി ചോദിച്ചാൽ പറയും അവരറിയില്ല എന്ന് പറയും. ആനൊക്കെ വരും ചിലപ്പം നരിന പുല്ലിനൊക്കെ അടുത്തടുത്ത് കാണാം. അങ്ങനത്തെ സ്ഥലത്ത് കൂടെയാണ് വരുന്നത്. അപ്പം ഈ റോഡൊന്ന് ശരിയാക്കി തരാൻ പറഞ്ഞിട്ട് മത്സരിച്ച് കയറുന്നവരൊക്കെ കൈയൊഴിഞ്ഞിട്ട് പോവുക. പിന്നെ ജയിച്ചു വരുന്നവർ ഇങ്ങനെ എന്താ പറയുക, നമ്മൾ ജയിച്ച് നമുക്ക് വോട്ട് ചെയ്താൽ നിങ്ങൾക്ക് എവിടെ വീട് വരെ നടപ്പാത അതൊക്കെ നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് തരും എന്നാ പറയുന്നത്. കോളനി എന്ന് പറഞ്ഞ വീടൊക്കെ പൊട്ടിട്ട് ഇങ്ങനെ ഓരോ വരവരായിട്ട് കിടക്കാം. അത് ഉദ്യോഗസ്ഥന്മാർ വന്ന് നോക്കിയാലും റോഡ് ഇപ്പോൾ വന്നപ്പോൾ തന്നെ കണ്ടില്ലേ നാടി കുലുങ്ങിട്ട് വരുന്നത്. അതാണ് അവസ്ഥ, റോഡിൻ്റെ അവസ്ഥ. കുടിവെള്ളം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വാട്ടർ അതോറിറ്റിൻ്റെ അതൊരു കിണർ കുഴിച്ച് അതിനൊന്നിനും പറ്റില്ല. 15ഓളം കുടുംബങ്ങളാണ് ഈ കാട്ടുനായ്ക്ക കോളനിയിൽ താമസിക്കുന്നത്. കോളനിയിലാകട്ടെ ആവശ്യത്തിന് കുടിവെള്ളവുമില്ല. മലമുകളിൽ ചെറിയ കുഴികൾ കുഴിച്ച് ചെറിയ ഓസിട്ടാണ് വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നത്. വേനൽക്കാലമായാൽ കുഴികളിൽ വെള്ളം നിറയുന്നതുവരെ കാത്തിരിക്കണം. വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ കുഴി എടുത്തിട്ട്, അതായത് ഒരു ചില സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരു 1 കിലോമീറ്റർ ചിലപ്പോൾ 3 കിലോമീറ്ററിലൊക്കെ ഡിസ്റ്റൻസിലാണ് നമ്മൾ ഒരു പൈപ്പ് ഇട്ടിട്ട് ചെറിയ ഹോസാണ്, അതായത് 2 ഇഞ്ചിൻ്റെ 1 ഇഞ്ചിൻ്റെയൊക്കെ ഹോസ് ഇട്ടിട്ട് അവിടുന്ന് വെള്ളം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക ചെയ്യണത്. അത് ആന വന്ന് പൊട്ടിച്ച് കഴിഞ്ഞാൽ അത് റിപ്പയറിങ്ങിനായിട്ട് വെള്ളം നോക്കാനായിട്ട് നമ്മൾ നടന്നു പോകേണ്ടി വരും. ചിലപ്പോൾ രാത്രിയിലൊക്കെ ആയിരിക്കും. രാത്രി വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ രാത്രി തന്നെ നമ്മൾ പോയി റിപ്പയർ ചെയ്യേണ്ടി വരും. വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന ഇവിടെ പകൽ പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് കോളനിവാസികൾ. ഭാഗികമായി ഫെൻസിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ പകുതി പണം ഇവരുടേതാണ്. അവയാണെങ്കിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുമില്ല. ഇവിടെ വന്യജീവിൻ്റെ നിരന്തരമായിട്ട് ഇവിടുത്തെ കോളനി നിവാസികൾ നിരന്തരമായിട്ട് ഈ ഒരു ശല്യം കാരണം കൊണ്ട് തന്നെ പണിക്ക് പോകാൻ പോലും ബുദ്ധിമുട്ടിയിട്ടാണ് നിൽക്കുന്നത്. ഈ റോഡാണെങ്കിൽ ഇങ്ങനെ ഒരു അത്യാവശ്യ ഘട്ടത്തിന് ഹോസ്പിറ്റലിൽ പോകാൻ പോലും പറ്റുന്നില്ല. ഈ കോളനി നിവാസികൾ കയ്യിൽ നിന്ന് പൈസ ഫണ്ട് പിരിച്ചിട്ടാണ് ഇവിടെ ഫെൻസിങ് കാര്യങ്ങൾ ചെയ്തത്. പലതവണ അധികാരികളോട് പറഞ്ഞെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ല. എത്രയും പെട്ടെന്ന് തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് കോളനിക്കാരുടെ ആവശ്യം. ജനം, വയനാട്.